മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ സീനഡിലെ മെത്രാന്മാർ യേശുവിനെയും യേശു സ്ഥാപിച്ച സഭയെയും ഒറ്റുകൊടുത്തുവോ എന്നതാണ്. അതെ, ഞാൻ ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ ലോകത്തോടെ കർത്താവ് നൽകിയ ദൗത്യം ഞാൻ വിനിയോഗിക്കുകയാണ്. എന്തെന്നാൽ സീനഡ് പിതാക്കന്മാർ മൗനം പാലിച്ചും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായ അധികാരം വിനിയോഗിക്കാതെയും കർത്താവിൻ്റെ സഭയെ ഒറ്റുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ആ ഒറ്റുകൊടുക്കൽ കണ്ടിന്യൂ ചെയ്യുകയല്ലേ ഇന്ന് ഈ മെത്രാന്മാർ ചെയ്യുന്നത്. കർത്താവിൽ നിന്നുള്ള അധികാരമാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തോടുകൂടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, തീർച്ചയായും സഭയ്ക്ക് വേണ്ടി, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സഭയെ പടുത്തുയർത്താൻ ധൈര്യത്തോടുകൂടി ഓരോ കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ധൈര്യമുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ ധൈര്യം ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുവാനായിട്ട്, ഏകീകൃത കുർബാന അർപ്പിക്കുവാനായിട്ട് വേണ്ടി സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും കൂടി ചേർന്ന് എടുത്ത തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി സഹകരിക്കാതെ മൗനം പാലിച്ചുകൊണ്ടും ആ തീരുമാനത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടും നടക്കുന്നതായ ഇടയന്മാരെയും, എന്നാൽ ഈ വിമതരായ ഇടയന്മാരിൽ നിന്നും പണവും മറ്റു പലതും സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നിർദ്ദേശം നൽകിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ പരിശ്രമിക്കാത്ത പിതാക്കന്മാരും കർത്താവിൻ്റെ സഭയെ ഒറ്റുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അധികാരം കർത്താവിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി, കർത്താവ് സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈ ലോകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതല്ലേ. എന്നാൽ നിങ്ങളെല്ലാവരും മൗനം പാലിക്കുമ്പോൾ പലതും സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ദൈവജനത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അവരിൽ ജ്ഞാനമാണ് പ്രവർത്തിക്കുന്നത്, അതായത് പരിശുദ്ധാത്മാവ് ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് വിശുദ്ധ ബലിയെ അവഹേളിക്കുന്ന, ബലിപീഠത്തിൽ സാത്താനിക കുർബാന അർപ്പിക്കുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കാതെ നിങ്ങളുടെ അധികാരം മൗനം പാലിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സഭയെ ഒറ്റുകൊടുക്കുന്നു. യൂദാസ് ഒരു പ്രാവശ്യം മാത്രമേ കർത്താവിനെ ഒറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മൗനം പാലിക്കുന്ന മെത്രാന്മാരെ, പുരോഹിതരെ, അൽമായരെ നിങ്ങൾ തുടർച്ചയായിട്ട് കർത്താവിൻ്റെ സഭയെ ഒറ്റുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കർത്താവ് നമുക്ക് നൽകിയ ഈ തിരുസഭ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ദാനമായി ലഭിച്ചതാണ്. അതെ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ദിവ്യബലി അർപ്പിക്കുവാനുള്ള യോഗ്യതയില്ല. എന്നാൽ ദൈവപുത്രനായ യേശു കാൽവരി ക്രൂശിൽ ബലിയർപ്പിക്കുവാൻ തയ്യാറായത് തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, അതായത് ഉൽപ്പത്തിയിൽ നമുക്ക് വാഗ്ദാനം ചെയ്ത പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരുണ, അത് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നതും ആ ദിവ്യബലിയായതും. കാൽവരി ക്രൂശിലെ ആ ബലിയുടെ അനുസ്മരണം നടത്തുന്ന നാം യേശുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് വിശുദ്ധമായ ബലി അർപ്പിക്കുകയാണ്.
അത് അർപ്പിക്കുവാനുള്ള യോഗ്യത നമുക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഇന്ന് പിതാവിന് വേണ്ടി അർപ്പിക്കേണ്ടതായ ബലിയിൽ ആ ബലിയെ നിന്ദിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ബലിപീഠത്തിലും തെരുവീതികളിലും മനുഷ്യ ഹൃദയങ്ങളിലുമെല്ലാം ദുഷ്പ്രേരണ നൽകുന്ന നിങ്ങളാണോ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ഇടയന്മാരാവുന്നത്? അല്ല, നിങ്ങൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ്. കാരണം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവരാണ് എൻ്റെ സഹോദരരും അമ്മയുമെന്ന് നമ്മളെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മെത്രാന്മാരെ, നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നിങ്ങൾ നിറവേറ്റുന്നത്? മൗനം പാലിച്ചുകൊണ്ടും സമവായം നടത്തിക്കൊണ്ടും ദിവ്യബലിക്ക് ഇടയിൽ അശുദ്ധ ബലിയും കൂടി അർപ്പിക്കുവാനുള്ള സാങ്ഷൻ നൽകിയത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അറിവുമെല്ലാം കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ? നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ധൈര്യവും കർത്താവിൻ്റെ ആ ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾ അധികാരത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും സുഖലോലുപതയ്ക്കും വേണ്ടി നിങ്ങൾ പരക്കം പായുമ്പോൾ പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്ന് വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതെ, കർത്താവ് സ്ഥാപിച്ച സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇടയന്മാരും വൈദികരുമെല്ലാം ചേർന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു. കാരണം സഭയെന്ന് കഴിഞ്ഞാൽ കർത്താവാണ്. ഈ സഭയെന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും അതിൻ്റെ ഓരോ ഭാഗമാണ്. ഓരോ വ്യക്തികൾക്കും, അതെ, അൽമായരായാലും സന്യസ്തരായാലും പുരോഹിതരായാലും ഇടയന്മാരായാലും കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തിക്കൊണ്ട് ലോകമെങ്ങ് സുവിശേഷം നൽകുവേണ്ടതായ ഈ വ്യക്തികൾ ഇന്ന് തിരുസഭയെ അവഹേളിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ തന്നെയല്ലേ അവഹേളിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടും നിങ്ങൾക്ക് ദുഷ്പ്രേരണ നൽകിക്കൊണ്ടും എല്ലാം ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേരാണ് സാത്താനിക ശക്തി. തീർച്ചയായിട്ടും ഇതിൽ നിന്നും വിട്ടുപോകുവാനായിട്ട് സാധ്യമാകുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ കർത്തവ്യം, ഈ പ്രഘോഷണം നടത്തുവാൻ കാരണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ധൈര്യത്തോടുകൂടെ, അതെ, എഫേസ്യസ് 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സുവിശേഷം ഉദ്ഘോഷിക്കുവാൻ ധൈര്യം ലഭിക്കണം. ആ ധൈര്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ സമയം കർത്താവിന് വേണ്ടി ഞാൻ ഉദ്ഘോഷിക്കുന്നത്. ഹൃദയം നിർമ്മലമല്ലാതെ അർപ്പിക്കുന്ന ഏതൊരു ബലിയും പിതാവായ ദൈവത്തിന് ഉള്ളതല്ല. ആ ബലി സാത്താനു വേണ്ടി മാത്രമുള്ള ബലിയാണ്. ഇന്ന് വിദ്വേഷത്തിൻ്റെ ഈ ബലി, സമവായത്തിൻ്റെ ബലി, അതെ, നിന്നയുടെ ബലി അർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത് സാത്താൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെയൊന്നും ജ്ഞാനം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം, അഭിഷേകം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. വിശുദ്ധ ഹൃദയത്തിൽ അശുദ്ധി വന്നു കഴിഞ്ഞാൽ, അതെ, പിന്നെ പ്രവർത്തിക്കുന്നതെല്ലാം സാത്താനു വേണ്ടിയായിരിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇടയന്മാരെ, നിങ്ങൾ ദൈവജനത്തെ നിത്യമായ ജീവനിലേക്ക് നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ സമ്പത്തിനെ ഫോക്കസ് ചെയ്യാനോ സുഖലോലുപതയെ ഫോക്കസ് ചെയ്യാനോ മറ്റ് അധികാരത്തെ ഫോക്കസ് ചെയ്യാനോ ആയിരിക്കരുത് നിങ്ങളുടെ ഓരോ പ്രവർത്തനവും. ഇന്ന് പല മെത്രാന്മാരും അധികാരം ലഭിക്കുവാൻ വേണ്ടി പല പല വിട്ടുവീഴ്ചകളും പല പല സാമ്പത്തിക ഇടപാടുകളും നൽകിക്കൊണ്ട് അധികാരം സ്വീകരിക്കുകയും കർത്താവ് ഏൽപ്പിച്ച പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ സാധിക്കാതെ പോകുവാനുള്ള കാരണം
നിങ്ങളിൽ വിശുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു വിഷമവുമില്ല. കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തണമെങ്കിൽ വിശുദ്ധി കൂടാതെ ഒരാൾക്കും സാധ്യമല്ല. ലോകം നിങ്ങളെ മാനിക്കുമായിരിക്കും, കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്തെന്നാൽ എളിമയോടുകൂടെയും വിനയത്തോടും കൂടെ കർത്താവിന് ബലിയർപ്പിക്കുമ്പോൾ മാത്രമാണ് അത് സ്വീകാര്യമാവുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ സീറോ മലബാർ സഭയിൽ അംഗമായതിനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രവർത്തിക്കുവാനായിട്ടും ദൈവം അനുവദിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാനുള്ള അവസരം നൽകി. നന്മയെയും തിന്മയെയും വേർതിരിക്കുവാനുള്ള കർത്താവിൻ്റെ പദ്ധതിയെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് ജ്ഞാനം നൽകി. തീർച്ചയായിട്ടും എൻ്റെ ഈ ജീവിത ബലി കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ മക്കൾക്ക് സാധ്യമാകട്ടെ എന്നും അതിനായിട്ട് നമ്മളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് അനുതപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആ ശരിയായ ബലിപീഠത്തിൽ നമ്മുടെ ജീവിത ബലി അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ ആരാധിക്കാം. ഈ ലോക ജീവിതം വിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ തനത് വിധിയുടെ സമയത്ത് തന്നെ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരം ലഭിക്കട്ടെ എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഇതാണ് ഓരോ ദൈവജനത്തിൻ്റെയും ലക്ഷ്യമായിരിക്കണം. അവിടെ വൈദികർ ദുഷ്പ്രേരണ നൽകാം, ഇടയന്മാർ ദുഷ്പ്രേരണ നൽകാം, അങ്ങനെ പലവരും ദുഷ്പ്രേരണ നൽകുമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, ആ ജ്ഞാനം ലഭിച്ചുകൊണ്ട് വിശുദ്ധ വചനം മനസ്സിലാക്കിക്കൊണ്ട് ആ നിത്യരക്ഷയെ ലോകത്തെ അറിയിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ബലി അർപ്പിക്കുന്നത് നാം എല്ലാവരും കൂടി ചേർന്നാണ്. ഓരോ വ്യക്തിയിലൂടെയും കർത്താവ് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നുവെന്നുള്ളത് അതിൻ്റെ വിശ്വസ്തതയാണ് ഓരോ മനുഷ്യനും കർത്താവിനോട് കാണിക്കേണ്ടത്. അതിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ ലോകമെങ്ങും നമുക്ക് പാടിസ്തുതിക്കാം. നിങ്ങൾക്ക് ഏവർക്കും എല്ലാ നന്മകളും ആത്മീയ വിശുദ്ധിയും ലഭിച്ചുകൊണ്ട് നിത്യമായ ജീവനിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കുവാൻ കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്.